അപ്പോൾ ആലുവയിൽ പെരിയാറിന്റെ തീരത്ത് ഒരു തുരുത്തുണ്ട് എന്നാണ് പറയുന്നത്. 100 മേനി കൊയ്യുന്ന ഒരു സമ്പൂർണ്ണ കൃഷിയിടം തന്നെയാണ് അത് എന്ന് നമ്മുടെ YS അഭിനന്ദ് പറഞ്ഞിരുന്നുണ്ട്. ഈ കൃഷിയിടത്തിന് ചില പ്രത്യേകതകൾ കൂടിയുണ്ട്. രാജ്യത്തെ ആദ്യത്തെ ഓർഗാനിക് സീഡ് ഫാം എന്ന ഒരു അവകാശവാദം കൂടി ഉണ്ട് എന്നാണ് അഭിനന്ദ് പറയുന്നത്. നമുക്ക് നോക്കാം. പെരിയാറിന്റെ തീരത്തെ മനോഹരമായ കൃഷി വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. ആ തുരുത്തിലേക്ക് യാത്ര. റൈഡിംഗ് റിപ്പോർട്ടർ എത്തി നിൽക്കുന്നത് ആലുവ തുരുത്ത് ഗ്രാമത്തിലാണ്. മനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കുന്ന വർഷങ്ങളുടെ പാരമ്പര്യമുള്ള കൃഷിയിടത്തിലേക്കാണ് ഇന്നത്തെ യാത്ര. ആലുവ പട്ടണത്തിൽ നിന്ന് 7 കിലോമീറ്ററുകൾ മാറി തുരുത്ത് ഗ്രാമം. മനോഹരമായ കൃഷിയിടം. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഓർഗാനിക് സീഡ് ഫാം. ഇവിടെ വീശുന്ന കാറ്റിൽ ഒരിറ്റ് കാർബണിൻ്റെ അളവില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അത്ര ശുദ്ധമായ വായു. കവാടം കടന്ന് ആദ്യം ചെന്നെത്തുന്നത് പച്ചപ്പ് നിറഞ്ഞ നെൽപ്പാടത്തേക്ക്. വർഷ, രക്തശാലി, ഞവര, ജപ്പാൻ വയലറ്റ്, ഉമ, ശ്രേയസ് തുടങ്ങി വിവിധ ഇനം നെൽശേഖരം. പാടശേഖരം കാത്തുപരിപാലിക്കാൻ 20 മനുഷ്യർ. വിതയ്ക്കുന്നതും കൊയ്യുന്നതും വിളവെടുക്കുന്നതുമെല്ലാം ഇവർ തന്നെ. പശു, ആട്, കോഴി, താറാവ് തുടങ്ങിയെല്ലാം ഈ 8.5 ഏക്കറിലുണ്ട്. ഓണക്കാലത്തിന് മിഴിവേകാൻ വിവിധ ഇനം പൂക്കൾ. ജമന്തി, ചെമ്പരത്തി, മുല്ല, അങ്ങനെയെല്ലാം. മത്സ്യത്തിന്റെ ഉൽപാദനവും തകൃതിയായി ഒരു വശത്ത്. അക്ഷരാർത്ഥത്തിൽ സംയോജിത കൃഷിയിടത്തിന്റെ ഉത്തമ ഉദാഹരണം. ഇത് നമ്മുടെ കൃഷി വകുപ്പിൻ്റെ, കേരള സർക്കാരിൻ്റെ കൃഷി വകുപ്പിൻ്റെയും എറണാകുളം ജില്ലാ പഞ്ചായത്തിൻ്റെയും കീഴിലുള്ള ഒരു ഫാമാണ്. ഇപ്പോൾ ഇതിലാകെയുള്ളത് 13.5 ഏക്കറാണ്. ഈ 13.5 ഏക്കറിൽ 7.5 ഏക്കറും നെൽകൃഷിയാണ്. ഈ ഫാമിൻ്റെ പ്രധാന ഉദ്ദേശ ലക്ഷ്യം തന്നെ നെൽകൃഷി ചെയ്ത് അതിൻ്റെ വിത്ത്, അതായത് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് നമുക്ക് പ്യുവർ സീഡ് കിട്ടുന്നത്. ആ പ്യുവർ സീഡ് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് കർഷകർക്ക് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഉദ്ദേശം. അപ്പോൾ ഈ ഫാമിൻ്റെ നെൽകൃഷിയിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈതൃക നെൽവിത്തിനങ്ങൾ, അതായത് നമ്മുടെ ദേശത്തിൻ്റെ തനതായിട്ടുള്ള വിത്തുകൾ, ഉദാഹരണത്തിന് രക്തശാലി, ഞവര, വെള്ളത്തൊണ്ടി, അതുപോലെ ജപ്പാൻ വയലറ്റ്, ഇങ്ങനെയുള്ള വിത്തുകൾ അത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അതിൻ്റെ പ്യുവറായിട്ടുള്ള ട്രൂത്ത്ഫുള്ളി ലേബിൾഡ് സീഡ് കളക്ട് ചെയ്തിട്ട് അതിവിടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് കർഷകർക്ക് കൊടുക്കുന്ന ഏക സർക്കാർ ഫാമാണ് സ്റ്റേറ്റ് സീഡ് ഫാം ആലുവ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ സംഭരണത്തിലും നമ്മളൊരു കെമിക്കൽസും യൂസ് ചെയ്യുന്നില്ല, കൃഷിയിലും ഒരു കെമിക്കലും യൂസ് ചെയ്യുന്നില്ല. 2012 മുതൽ സർട്ടിഫൈഡ് ഓർഗാനിക് സീഡ് ഫാമാണ്. ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ കാസർഗോഡ് കുള്ളൻ പശുക്കൾ, അതൊരു 6 എണ്ണം, പിന്നെ മലബാറി ആടുകൾ, കുട്ടനാടൻ താറാവാണ് സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്രാവശ്യം മാത്രം വൈറ്റ് പെക്കിൻ എന്ന് പറഞ്ഞ ഒരു പുതിയ ഇനം നമ്മളൊന്ന് ട്രൈ ചെയ്തതാണ്. പിന്നെ നാടൻ കോഴികൾ, അതുപോലെ തന്നെ അലങ്കാര കോഴികൾ, പിന്നെ മത്സ്യക്കുളം, പിന്നെ കുറച്ച് മണ്ണിര കമ്പോസ്റ്റിംഗ്, ഇങ്ങനെയുള്ള എല്ലാ കമ്പോണൻസും ചേർന്നിട്ടുള്ള ഒരു ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് സിസ്റ്റമാണ് ഇവിടെ അനുവർത്തിച്ചത്.
പാടത്തെ തുമ്പി നല്ല തുമ്പി നാട്ടും പെണ്ണിനെ കണ്ടോ ആവരമ്പിൽ നാടൻ പാട്ടുകൾ പാടാൻ പോയതാണേ ഞാറ്റുപാടം തേടി പോയതാണ്. 3 വശവും പെരിയാർ കളകളമൊഴുകയാണ്. അതിന് നടുക്കായാണ് ഈ അത്ഭുതകരമായ കൃഷിയിടം. യഥാർത്ഥത്തിൽ മനോഹരമായ സ്ഥലം. ആട്, പട്ടി, കോഴി, നെല്ല് തുടങ്ങിയ എല്ലാം ഇവിടെ ഉണ്ട്. ഫാം ടൂറിസം സാധ്യതകളൊക്കെ ഉണ്ട്. സർക്കാരും പഞ്ചായത്തുമൊക്കെ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന പ്രതീക്ഷയിലാണ്. കൊച്ചിയിൽ നിന്നും സച്ചിൻ ചന്ദ്രയ്ക്കൊപ്പം YS അഭിനന്ദ്, 24.